പ്രിയപ്പെട്ടവരെ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നിരാശയിലാണോ? ജീവിതം നിങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുകയാണെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ശാന്തമായി ഒരിടത്തിരുന്ന് ഗീതയുടെ സാരം ശ്രദ്ധിക്കുക. ശ്രീകൃഷ്ണന്റെ വാക്കുകളിൽ നിങ്ങളുടെ സമാധാനവും ധൈര്യവും ഒളിഞ്ഞിരിപ്പുണ്ട്. നമുക്ക് നമ്മുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ അശാന്തമായ മനസ്സാണ്. വിമർശനത്തെ എങ്ങനെ കാണണം എന്നതിനെ കുറിച്ച് ഞാൻ പറയട്ടെ. ലോകത്തിന്റെ പരിഹാസ വാക്കുകളിൽ ഒരിക്കലും നിങ്ങൾ അസ്വസ്ഥനാകരുത്. ശ്രീകൃഷ്ണൻ പറയുന്നു, കാരണം സംശയം എപ്പോഴും സ്വർണത്തിന്റെ പരിശുദ്ധിയിലാണ് ഉണ്ടാകാറ്, കരിയുടെ കറുപ്പിലല്ല. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതല്ല, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നതിലാണ് കാര്യം. പോരാടേണ്ടത് എവിടെയാണ്? നിങ്ങൾ പോരാടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് ബാഹ്യശക്തികളോടല്ല, മറിച്ച് നിങ്ങളുടെ കൈപ്പേറിയ സ്വഭാവത്തോടായിരിക്കണം. ഒരു മനുഷ്യന്റെ പതനം തുടങ്ങുന്നത് സ്വന്തം കുറവുകൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതോടെയാണ്. എപ്പോഴാണ് സംസാരിക്കേണ്ടതെന്നും എപ്പോഴാണ് നിശബ്ദമായിരിക്കേണ്ടതെന്നും തിരിച്ചറിയാനുള്ള വിവേകമാണ് ഏറ്റവും വലിയ കാര്യം. നിരാശയിൽ നിങ്ങൾ നിശബ്ദനാവുകയാണെങ്കിൽ ആ മൗനം നിങ്ങളുടെ ആത്മരക്ഷാ കവചമായി മാറും. വിശ്വാസം നേടിയെടുക്കേണ്ട ഒന്നാണ്, അല്ലാതെ ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. വിശ്വാസം ആർജിക്കാനുള്ള സമ്പത്താണ്. ബന്ധങ്ങളുടെയും കർമ്മത്തിന്റെയും പാഠത്തെക്കുറിച്ചൊന്ന് പറയട്ടെ. ബന്ധങ്ങളിലെ സത്യമാണ് ആദ്യം. നിങ്ങൾ എല്ലാവരിലും സന്തോഷവാനാണെങ്കിൽ നിങ്ങൾ ഒരുപാട് പേരുടെ തെറ്റുകൾ അവഗണിച്ചിട്ടുണ്ട് എന്നത് ഉറപ്പാണ്. സ്നേഹം നേടുന്നതിലും നൽകുന്നതിലും വലിയ ദാരിദ്ര്യം ലോകത്തില്ല. മറ്റൊരാളുടെ വേദനയെ ആളുകൾ അവരുടെ കർമ്മഫലമായി കണക്കാക്കുന്നു, എന്നാൽ സ്വന്തം വേദനയെ പരീക്ഷണമെന്നും വിളിക്കുന്നു. ഓർക്കുക, നിങ്ങൾ നല്ലത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും എവിടെയോ നല്ലത് സംഭവിക്കുന്നുണ്ട്. ബന്ധങ്ങൾ നിലനിർത്തുന്നതിൽ വിശ്വസ്തരായിരിക്കുക, വിവേകമുള്ളവരായിരിക്കുക, എന്നാൽ ഒരിക്കലും ഒരു വ്യാപാരി ആവരുത്. നിങ്ങളുടെ വികാരങ്ങളെ വിലമതിക്കാത്ത ഒരു ബന്ധത്തെ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ ആത്മാഭിമാനത്തിന്റെ വിജയമാണ്. കർമ്മം മാത്രം. ശ്രീകൃഷ്ണൻ പറയുന്നു, മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ള ഒരേ ഒരു കാര്യം അവന്റെ കർമ്മമാണ്. അതിന്റെ ഫലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലനാകേണ്ട. ജീവിതവും സമയം എല്ലാം മുന്നോട്ടു പോവുകയാണ്. സമയം നൽകുന്ന പാഠം നമ്മൾ അറിഞ്ഞിരിക്കണം. ജീവിതം ഒരു റോഡ് പോലെയാണ്, അത് ഒരിക്കലും നേർരേഖയിൽ പോകുന്നില്ല. അതുകൊണ്ട് ക്ഷമയോടെ മുന്നോട്ട് പോവുക. ഒരു നല്ല വഴിത്തിരിവ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സമയവും വിവേകവും ഒരുമിച്ച് ലഭിക്കുന്നത് ഭാഗ്യമുള്ളവർക്ക് മാത്രമാണ്. കാരണം പലപ്പോഴും സമയത്ത് വിവേകമുണ്ടാകില്ല, വിവേകം വരുമ്പോൾ സമയവും കഴിഞ്ഞിരിക്കും. പരാജയം എന്നത് നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ വരുന്ന ഒന്നല്ല, മറിച്ച് നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന യഥാർത്ഥ ആളുകളെയും നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഒറ്റയ്ക്ക് നടക്കാൻ ധൈര്യമുള്ളവർക്ക് പിന്നിൽ ഒരു ദിവസം വലിയൊരു സംഘം അണിനിരക്കും. നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നേടാൻ നിങ്ങളുടെ കാലുകൾക്ക് ആരെയും ആവശ്യമില്ല. സമാധാനത്തിലേക്കുള്ള വഴി ഏതാണ്? സന്തോഷം തേടുകയാണെങ്കിൽ അത് നിങ്ങളിൽ തന്നെ കണ്ടെത്തും. മറ്റുള്ളവരിൽ നേടിയാൽ പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മനസ്സ് സന്തോഷമായിരുന്നാൽ ഒരു തുള്ളി വെള്ളവും മഴയുടെ അനുഭവമായി മാറപ്പെടും. നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ അശാന്തമായ മനസ്സാണ്. അതുകൊണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കുക, മറ്റുള്ളവരുമായി ആണെങ്കിൽ നിങ്ങളുടെ വാക്കുകളെ നിയന്ത്രിക്കുക. ക്ഷമയാണ് ഏറ്റവും വലിയ സന്തോഷം. പകരം വീട്ടുന്നതിലെ സന്തോഷം കുറച്ചു നിമിഷങ്ങളെ നിലനിൽക്കൂ, എന്നാൽ ക്ഷമിക്കുന്നതിലെ സന്തോഷം ജീവിതകാലം മുഴുവൻ നിലനിൽക്കും. ഓർക്കുക, നമ്മൾ നമ്മുടെ ചിന്തകളാണ്. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ നമ്മളായിത്തീരും. നിങ്ങളുടെ മനസ്സ് സന്തുഷ്ടമായി നിലനിർത്തുക, അപ്പോൾ എല്ലാ ദുഃഖങ്ങളും നിങ്ങളെ വിട്ടുപോകും. നിരാശപ്പെടേണ്ടതില്ല. നിങ്ങൾ ഈ ഭൂമിയിൽ വന്നത് ഒരു ലക്ഷ്യത്തോടെയാണ്. ശ്രീകൃഷ്ണന്റെ ഈ വാക്കുകൾ നിങ്ങൾക്ക് ധൈര്യം നൽകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഉപദേശങ്ങൾ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുക. കൂടുതൽ ആത്മീയ ചിന്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ശാന്തമായും സന്തോഷമായും ഇരിക്കുക. നന്ദി.